മലയാളത്തിലെ വമ്പൻ ഹിറ്റ് ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ ക്രെഡിറ്റിനെ ചൊല്ലിയ ഒരു തർക്കവും ചർച്ചയും നടക്കുകയാണ്. നടി റിമ കല്ലിങ്കലാണ് ചർച്ചയുടെ കേന്ദ്രം. ഒരു അഭിമുഖത്തിനിടെ ലോകയുടെ ക്രെഡിറ്റിനെ കുറിച്ചുള്ള ചോദ്യത്തിന് റിമ നൽകിയ മറുപടിയാണ് അടിസ്ഥാനം. റിമ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാതെ ചിലർ വാർത്ത നൽകി, ചിലർ വ്യാഖ്യാനിച്ചു. റിമയാണെന്ന് കണ്ടതോടെ സൈബർ കടന്നൽ കൂട്ടം ഒരുമിച്ച് ആക്രമണവും തുടങ്ങി. എന്താണ് റിമ പറഞ്ഞത്, എങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്? ആദ്യം ആർ ദി എക്സ്ട്രാ. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എക്സ്പ്രസ് ഡയലോഗ്സിൽ അതിഥിയായി എത്തിയപ്പോൾ റിമ കല്ലിങ്കൽ നടത്തിയ പരാമർശങ്ങളെ ചൊല്ലി സൈബറിടത്തിൽ വിമർശനങ്ങളും ട്രോളുകളും നിറയുകയാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ വിജയത്തിന്റെ ക്രെഡിറ്റാണ് ചർച്ചാ വിഷയം. ലോക ഇറങ്ങിയതിന് പിന്നാലെ സിനിമയുമായി ബന്ധപ്പെടുത്തിയുള്ള നടി നൈല ഉഷയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി വലിയ ചർച്ചയായിരുന്നു. സംഭാഷണത്തിൽ ഇതേക്കുറിച്ച് ഉയർന്ന ചോദ്യത്തിന് റിമ നൽകിയ മറുപടിയാണ് ലോകയുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള ശ്രമം എന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെട്ടത്. റിമ എന്ത് പറഞ്ഞാലും പരിഹസിക്കാനും ട്രോളാനും നിൽക്കുന്ന കൂട്ടം എന്താണ് പറഞ്ഞത്, എന്തിനെ പറ്റിയാണ് പറഞ്ഞതെന്ന് പോലും കണക്കാക്കാതെ സൈബർ ആക്രമണം തുടരുകയാണ്. താൻ പറഞ്ഞതെന്തെന്നും വളച്ചൊടിക്കപ്പെട്ടെന്നും റിമ ചൂണ്ടിക്കാട്ടിയിട്ടും ആക്രമണത്തിന് കുറവില്ല. വിജയിച്ചൊരു സിനിമയുടെ ക്രെഡിറ്റ് അതിലൊരു പങ്കുമില്ലാത്ത സ്ത്രീകൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന തരത്തിലാണ് ചർച്ച. അത്തരം വിമർശനങ്ങൾക്ക് ശക്തിയേകും വിധം സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ളവരുടെ പോസ്റ്റുകളും ചർച്ചയായി. WCC ഹേമ കമ്മിറ്റി, പാർവതി തിരുവോത്ത്, ദർശന രാജേന്ദ്രൻ തുടങ്ങി നിരവധി പേരുകളും ചർച്ചകളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. ശരിക്കും റിമ പറഞ്ഞത് എന്താണെന്ന് നോക്കാം. ലോക വിജയത്തിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് ചിത്രമൊരുക്കിയ മുഴുവൻ ടീമിനുമാണ്. അത്തരം സിനിമകൾക്ക് നിലനിൽക്കാനുള്ള ഇടം നമ്മൾ ഒരുമിച്ച് സൃഷ്ടിച്ചു. ആരഭിനയിച്ചാലും നല്ല സിനിമ വിജയിക്കും, ജെൻഡർ വിഷയമാകില്ല എന്നാണ് റിമ പറഞ്ഞത്. സിനിമയുടെ ബജറ്റിലടക്കം പ്രതിഫലിക്കുന്ന ലിംഗനീതി ഇല്ലായ്മയെപ്പറ്റിയും റിമ സംസാരിച്ചു. റിമയെ പക്ഷേ വ്യാഖ്യാനിച്ചത് പല മാധ്യമങ്ങളും ഇങ്ങനെയാണ്: ലോക സാധ്യമായത് ഞങ്ങൾ സ്പേസ് ഉണ്ടാക്കിയതിനാൽ എന്ന് റിമ പറഞ്ഞതായി വ്യാഖ്യാനിച്ചു. പിന്നാലെ ലോകയുടെ ക്രെഡിറ്റ് എടുക്കാൻ റിമ ശ്രമിച്ചു എന്ന വിമർശനങ്ങളും ട്രോളുകളും. റിമയ്ക്കെതിരെ വിജയ് ബാബുവും തന്ത്രപരമായ ഒരു പോസ്റ്റുമായി രംഗത്തെത്തി. ലോക വിജയത്തിന് ക്രെഡിറ്റ് നിർമ്മാതാക്കൾക്കും ടീമിനും മാത്രമാണ് എന്നാണ് വിജയ് ബാബു പറഞ്ഞത്. ലോകയുടെ ക്രെഡിറ്റ് ഈ ഒരു ഇടം കണ്ടെത്തിയ വേഫറിനും ടീമിനും മാത്രമാണ്. മലയാളത്തിൽ മുമ്പും സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും ഇടമൊരുക്കിയതിൻ്റെ ക്രെഡിറ്റിന് ആരും വരാത്തതിന് നന്ദി എന്നുമാണ് വിജയ് ബാബുവിൻ്റെ പോസ്റ്റ്. നൈല ഉഷയും ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ലോക ക്രെഡിറ്റിൽ മലയാള സിനിമയിലെ സ്ത്രീപക്ഷം ചർച്ചയാക്കിയത് നൈല ഉഷയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ്. പരിപൂർണമായും യോജിക്കുന്നു എന്ന നൈല ഉഷയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ചർച്ചയായി. ലോകയിലെ ചന്ദ്രയുടെ ചിത്രത്തിനൊപ്പം പാർവതി തിരുവോത്തിൻ്റെയും ദർശനയുടെയും ചിത്രം ചേർത്തായിരുന്നു കാർഡ്. അവളുടെ വിജയം അവരുടേതു കൂടിയാണ്. സ്ത്രീകളുടെ അസാന്നിധ്യം ചോദ്യം ചെയ്തതിന് നന്ദി എന്നാണ് അവരെഴുതിയിരുന്നത്. ആവേശത്തിൽ ഫഹദ് ചെയ്ത കഥാപാത്രം നടിമാർക്കും ചെയ്യാനാകുമെന്ന് ദർശന പറഞ്ഞിരുന്നു. സ്ത്രീകൾക്കായി ആരും അത്തരം കഥാപാത്രങ്ങൾ എഴുതുന്നില്ല എന്നും ദർശന ഒരു ഘട്ടത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഇതൊക്കെയാണ് ഇത്തരം ചർച്ചകൾക്കൊക്കെ അടിസ്ഥാന കാരണമായിട്ടുള്ളത്. പിന്നെ നമുക്കറിയാമല്ലോ, റിമ കല്ലിങ്കലോ അല്ലെങ്കിൽ പഴയ WCCക്കാരോ അവരെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ വ്യാഖ്യാനിക്കാനൊരു സംഘം തന്നെ സജീവമാണ് സോഷ്യൽ മീഡിയയിൽ. അതിൻ്റെയൊക്കെ ബാക്കിയായി മാത്രം ഇതിനെ കരുതണോ? എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? ഇതിലിപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ള, റിമ കല്ലിങ്കലൊക്കെ സത്യത്തിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. അതായത് പ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങളിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ കിട്ടുന്ന ഒരു പ്രസക്തിയാണ്. റിമയൊക്കെ എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ ഉടനെ തുടർ ചലനങ്ങൾ ഇങ്ങനെ ഉണ്ടാവുകയാണ്. അതായത് സോഷ്യൽ മീഡിയ ആകെ ഇളകും. അതായത് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്, മോദിയോ പിണറായി വിജയനോ ഒക്കെ പറഞ്ഞാൽ ചില വാക്കുകൾ പറഞ്ഞാൽ ആകെപ്പാടെ ചർച്ചയാകില്ലേ? അതുപോലെയാണ് റിമ കല്ലിങ്കലൊക്കെ. എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ തന്നെ വലിയ കൂട്ടം കുറേ ഫേക്ക് ഐഡികളടക്കം വന്ന് ഇതിന് വലിയ ചർച്ചയാക്കി മാറ്റും. റിമ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അവർ പറഞ്ഞത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതായത് ലോകയുടെ ക്രെഡിറ്റ്, ഇപ്പോൾ ഒരു സിനിമ വൻ ഹിറ്റാവുന്നു, മഞ്ഞുമ്മൽ ബോയ്സ്, അതിൻ്റെ ക്രെഡിറ്റ് വിജയ് ബാബു പ്രത്യേകമായിട്ട് വന്ന് എഴുതേണ്ടതുണ്ടോ? മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ക്രെഡിറ്റ് മഞ്ഞുമ്മൽ ബോയ്സ് ഉണ്ടാക്കിയ ആളുകൾക്കാണ്. ആ ഒരു സംശയമല്ലോ, സിനിമാക്കാർക്ക് അറിയാത്ത കാര്യമാണത്. അത് വിജയ് ബാബു വിറ്റെന്ന് പറഞ്ഞിട്ട് മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ക്രെഡിറ്റ് മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ നിർമ്മാതാക്കൾക്കും അഭിനേതാക്കൾക്കും മാത്രമാണെന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമുണ്ടോ അത്? അതുപോലെ ഇതിൻ്റെ ക്രെഡിറ്റ് അവർ റിമ കല്ലിങ്കൽ പറയുന്നുണ്ട്, ഈ സിനിമയുടെ ക്രെഡിറ്റ് അതിൻ്റെ ആളുകൾക്ക് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കിയത് ഈ ഞങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്ന് പറഞ്ഞാൽ പറയുന്നതിൽ ഒരു പിശകുമില്ല. നമ്മളിപ്പോൾ കാണുന്ന മലയാള സിനിമയിലെ ഈ പുതു ഊർജം ഈ സ്ത്രീകൾ കൂടെ ചേർന്നുണ്ടാക്കിയതാണെന്ന് ഞാൻ പറയും. ഞാൻ ആദ്യഘട്ടത്തിൽ അംഗീകരിച്ചതുപോലെയോ പിന്തുണക്കുന്നതുപോലെയോ ഇപ്പോൾ WCCയോട് എനിക്ക് അതേ മട്ടിലുള്ള ആഭിമുഖ്യമൊന്നുമില്ല. കാരണം അവരുടെ മൂവ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നൊരു വിമർശമുള്ള ആളാണ് ഞാൻ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായതിനു ശേഷം എല്ലാവരും മാളത്തിലിരുന്നപ്പോൾ
ഈ ചെറുപ്പക്കാരായിട്ടുള്ള നടിമാർ രണ്ട് തരത്തിലാണ്. പ്രായത്തിൽ വളരെ കുറവാണ് അവർ. ഒന്ന് ഈ സ്ത്രീ എന്ന ജെൻഡറിലാണ് അവരിരിക്കുന്നത്. മലയാള സിനിമയിൽ രണ്ടും പ്രധാനപ്പെട്ടതാണ്. പ്രായം കൂടിയ നിർമ്മാതാക്കളും മറ്റുമൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഏരിയയാണത്. അവിടെ പുരുഷന്മാർക്കാണ് കൂടുതൽ. ഈ രണ്ട് തരത്തിൽ അത്ര പവർഫുൾ അല്ലാത്ത ഈ ആളുകൾ ഈ സംഭവത്തോട് അതിഗംഭീരമായിട്ട് പ്രതികരിച്ചിട്ടാണ് വന്നത്. ആ അതിഗംഭീരമായിട്ടുള്ള പ്രതികരണം മലയാള സിനിമയെ അടിമുടി ഇളക്കുകയും അങ്ങനെ നവീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് സിനിമയുടെ കണ്ടന്റിൽ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പറയുന്ന സ്ത്രീപക്ഷ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കണ്ടന്റിൽ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. സിനിമ എന്ന സ്ട്രക്ചറിനെ മാറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന മോഹൻലാലിനെയും മമ്മൂട്ടിനെ ഉണ്ടാക്കിയത് ഇവരുടെ ബഹളം തന്നെയാണ്, അതിൽ സംശയമില്ല. ഇവരുണ്ടാക്കിയുള്ള പ്രൊട്ടസ്റ്റ് കൂടെ ചേർന്ന് തന്നെയാണ്. അതിലെന്താ സംശയം? മോഹൻലാലിൻ്റെ പടങ്ങൾ പടപടാ പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഘട്ടത്തിൽ, ഓർമ്മയുണ്ടോ? ആളുകൾ പഴയ മോഹൻലാലേട്ടൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് നവീകരിക്കാനായത് ആ സമയത്ത് ഉണ്ടാക്കി വന്ന ചർച്ചയാണ്, പലതരത്തിലുണ്ടായി വന്ന ചർച്ചയാണ്. രണ്ട്, ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം പോയിട്ട് ഇതിനൊരു കുറേ കൂടെ തൊഴിൽ സ്ത്രീകൾക്ക് കൂടെ ജോലി ചെയ്യാവുന്ന സ്ഥലമായിട്ടൊക്കെ മാറ്റിയതും. ഇപ്പോൾ ശാന്തി ബാലേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ വരുന്നു. അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള സ്പേസ് നിശ്ചയമായിട്ട് അവരുടെ കരുത്ത് അതിനകത്തുണ്ട്, അവർ ആഘോഷിക്കപ്പെടുകയാണല്ലോ. പക്ഷേ ആ കരുത്ത് പ്രയോഗിക്കാവുന്ന എത്രയോ ആളുകൾ നേരത്തെ ഉണ്ടായിരുന്നു, അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ വന്നതിൽ ഈ പറയുന്ന മൂവ്മെൻറ്റിന് ഒരു പ്രധാനപ്പെട്ട പങ്കാളിത്തം. ഒന്ന്, ഹർഷ, എല്ലാ മേഖലയിലും ഇങ്ങനെ തന്നെയാണ്. അതായത് നമ്മൾ കാണുന്ന ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചേർന്നാണ് വലിയൊരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് എത്തിക്കുക. റിമ പറഞ്ഞൊരു തെറ്റില്ല എന്ന് എനിക്ക് തീർച്ചയായും. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പക്ഷേ സമയമില്ല. ശരിക്കും ഒരു തർക്കമണ്ഡലത്തിലാണ് സാമൂഹിക മാധ്യമങ്ങളിലെ കലഹപ്രിയരുടെ ജീവിതം. റിമ പറഞ്ഞത് എന്ത്, അതിനെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചത് എങ്ങനെ, ആളുകൾ മനസ്സിലാക്കിയത് എങ്ങനെ, കേട്ടത് പാതി അവരെ പരിഹസിക്കാനും ട്രോളാനും പുറപ്പെട്ടവരെത്ര. റിമ കല്ലിങ്കൽ പറഞ്ഞതിലെ വിശാലത ഉൾക്കൊള്ളാതെ വിജയിച്ചൊരു സിനിമയുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വന്ന കപട ഫെമിനിസ്റ്റ് എന്ന നിലയിലാണ് അവരെ ഇപ്പോൾ ചിത്രീകരിച്ചത്. പതിവ് പോലെ ഫെമിനിറ്റി വീടുകളിലേക്കും പൊരിച്ചമീൻ ട്രോളുകളിലേക്കും എല്ലാം അതിനെ വലിച്ചിടുകയും ചെയ്തു. അതത്ര സ്വാഭാവികമൊന്നുമല്ല, അവർ പറഞ്ഞത് മനസ്സിലാകാഞ്ഞിട്ടുമല്ല എന്ന് നമുക്കറിയാം. എതിർപ്പ് പറഞ്ഞതിനോടല്ല, പറഞ്ഞയാളോടും നിലപാടുകളോടും തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം.